എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഭൃത്യനും യജമാനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ്. ഇവിടെ പറയുകയാണ്, തന്റെ ജോലി കൃത്യസമയത്ത് ചെയ്തു തീർക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, തന്റെ യജമാനൻ അല്ലെങ്കിൽ യജമാനൻ വരുമ്പോൾ അത്തരത്തിൽ വിശ്വസ്തനും വിവേകിയുമായിട്ട് കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാനാണ്. ആ യജമാനന് സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും അവനെ ഭരമേൽപ്പിക്കുമെന്ന് പറയുകയാണ്. നമ്മളെല്ലാവരും ദൈവത്തിന്റെ ദാസന്മാരാണെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രണ്ട് ഗുണങ്ങൾ ഇത് തന്നെയാണ്: വിശ്വസ്തയും വിവേകവും. വിവേകമതിയും വിശ്വസ്തനുമായ ഭൃത്യനായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വലിയൊരു ടാസ്ക്. ഇന്നത്തെ വചനം നമ്മളോട് പറയുകയാണ്, അത്തരത്തിൽ കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസ്തനും വിവേകിയുമാണെങ്കിൽ നമുക്കും സന്തോഷമാണ്, നമ്മുടെ ഉടമസ്ഥനായിട്ടുള്ള അല്ലെങ്കിൽ യജമാനായിട്ടുള്ള ദൈവത്തിന് സന്തോഷമാണ്. ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈ രണ്ട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കാം. വിവേകവും വിശ്വസ്തയും എൻ്റെ ജീവിതത്തിലുണ്ട്. അതിനായിട്ട് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ആവശ്യമായ മാറ്റങ്ങൾ ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട്